അന്നേരം ആരും ക്രൂശ് അന്ന് തിരഞ്ഞെടുക്കത്തില്ല. എന്നാൽ ശ്രദ്ധിക്കണം, ദൈവം ക്രൂശിനെ തിരഞ്ഞെടുത്തു. അക്കാലഘട്ടത്തിൽ ക്രൂശിനെ ആർക്കും വേണ്ട, തിരിഞ്ഞു പോലും നോക്കത്തില്ല, വില കൽപ്പിക്കത്തില്ല, വെറുത്തു മാറ്റിയിരിക്കുന്നു. ആർക്കും വേണ്ടാത്ത ക്രൂശ് ദൈവം തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു? ദൈവത്തിൻ്റെ ഏറ്റവും ഭൂമിയിൽ വെളിപ്പെടാനുള്ള ലോകത്തിൻ്റെ രക്ഷയുടെ ഏറ്റവും വലിയ പദ്ധതിക്ക് ക്രൂശിനെ ഉപയോഗിച്ചെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ആർക്കും വേണ്ടാത്ത, ഒരു വിലയുമില്ലാത്ത, ആരാലും പരിഗണിക്കപ്പെടാത്ത നിന്നെ കർത്താവ് തിരഞ്ഞെടുത്തിട്ട് ലോകത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ കേന്ദ്രമാക്കി, ദൈവ പദ്ധതിയുടെ കാരണമാക്കി, ദൈവ പദ്ധതിയുടെ ഒരു പ്രധാന പങ്കാളിയാക്കി ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ കാരണമാക്കി തീർക്കും. ആമേൻ. കർത്താവ് ക്രൂശിനെ തെരഞ്ഞെടുത്തിട്ട് ദൈവ പദ്ധതിയുടെ പങ്കാളി പാട്ടാക്കി മാറ്റിയതുപോലെ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന പലരെയും ദൈവം തെരഞ്ഞെടുത്തിട്ട് ദൈവരാജ്യത്തിൻ്റെ പാട്ടാക്കി, പദ്ധതിയുടെ ഭാഗമാക്കി നിന്നെയും നിന്റെ തലമുറയെയും നിന്റെ ഭവനത്തെയും ദൈവരാജ്യത്തിൻ്റെ വലിയ പാട്ടായി പങ്കാളിയാക്കി അത്ഭുതകരമായി ദൈവം നിന്റെ ചരിത്രത്തെ മാറ്റിയിട്ട് നിന്റെ ചരിത്രത്തിലുള്ള എല്ലാ രേഖകളെയും തിരുത്തി എഴുതിയിട്ട് ഒരു അത്ഭുത വിഷയം ദൈവത്തിന് നിന്നെ മാനിക്കുവാനുണ്ട്. ആമേൻ.